ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സയൻസ് ഫുഡ് ടു. ഞാൻ ഇന്നൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നെല്ലിക്ക അച്ചാർ. അച്ചാറുകളൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് നെല്ലിക്ക അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കഴുകി വൃത്തിയാക്കിയ 2 കിലോ നെല്ലിക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നെല്ലിക്ക ആവിയിലൊന്ന് വേവിക്കണം. അതിനായി നിങ്ങളുടെ കയ്യിൽ സ്റ്റീമറോ ഇഡ്ഡലിപ്പാത്രമോ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളമെടുത്ത് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് ആവി കയറ്റിയാൽ മതിയാവും. അപ്പോഴേക്കും നമ്മുടെ നെല്ലിക്ക ഒന്ന് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ നെല്ലിക്കയുടെയൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഓരോ അല്ലിയായിട്ടൊന്ന് വിടിവിച്ചെടുക്കണം. കുരു നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ചട്ടിയാണിത്. അതിലേക്ക് നമ്മൾക്ക് 1 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറുകൾക്കൊക്കെ എപ്പോഴും നല്ലെണ്ണയാണ് കേട്ടോ നല്ലത്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. ഞാനിവിടെ ഒരു 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് 2ആയി കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 40 അല്ലിയോളം വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അരിഞ്ഞ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളകാണ്. ഒരു 16 പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾക്ക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചെയ്യുന്നത് ചെറിയ തീയിലായിരിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. ഒരു 5 തണ്ടോളം കറിവേപ്പില ഉണ്ട്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിവേപ്പിലയും കൂടി നന്നായി ഒന്ന് മുരിഞ്ഞു വരട്ടെ. ഇനി നമുക്ക് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ട് വേണം പൊടികളൊക്കെ ഇടാനായിട്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്കത് ഇട്ട് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയാണേ. പിന്നെ വേണ്ടത് സാധാരണ ചില്ലി പൗഡറാണ്. അത് ഞാനൊരു 2.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്തിരി എരിവ് കൂടുതലുള്ളതായത് കാരണമാണ് ഞാൻ 2.5 ടീസ്പൂൺ എടുത്തത്. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിലും സാധാരണ മുളക് പൊടി ആയാലും മതി. അതൊരു 4 ടേബിൾ സ്പൂൺ ഇട്ടോളൂ കേട്ടോ. ഇതെല്ലാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും 1 ടീസ്പൂൺ കായവും പൊടിച്ചതുമാണ് വേണ്ടത്. ഇതും കൂടി നമുക്ക് ഇട്ട് വഴറ്റാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കാം. ഇനി നമുക്കിതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് വിനാഗിരി ഇട്ട് കൊടുക്കണം. ഒരു 2 കപ്പോളം വിനാഗിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 കപ്പ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഇത് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ടോളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് നമ്മുടെ നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കിലോ നെല്ലിക്കയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കെല്ലാം അതിലോട്ടിടാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതേ കണ്ടോ, നല്ല ടേസ്റ്റായിട്ടുള്ളൊരു നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നെല്ലിക്കയുടെയൊക്കെ സീസൺ ആയത് കാരണം നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കല്ലേ. പിന്നെ ഇത് നമ്മുടെ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ എടുത്തതാണ്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ട് വന്ന് നമുക്കിനി ഇത് ഒരു ഭരണിയിലേക്ക് മാറ്റാം.
നമുക്കിത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാം. ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ ഒരു 2 മാസത്തോളം ഇതിരുന്നോളും. ഇതിപ്പോൾ നമ്മൾക്ക് 2 എണ്ണം നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കും, ബാക്കി ഒരെണ്ണം നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് തീരുമ്പോൾ നമ്മളിതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.